ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. ഈ ക്രിസ്മസിന് വളരെയധികം സൂത്തിങ് ആയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡിസേർട്ടിൻ്റെ റെസിപ്പി കണ്ടാലോ? മാംഗോ ബാങ്കോ, മാംഗോ സാഗോ, ഫ്രൂട്ട് സാഗോ പഞ്ച് എന്നെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഡിസേർട്ടിനെ വിളിക്കാം കേട്ടോ. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഈ ഒരു നല്ല മൗത്ത് മെൽറ്റിംഗ് ആയിട്ടുള്ള ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ വളരെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാംഗോ ബാങ്കോ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് സാഗോ ആണ്. സാഗോ, സാബുദാന, ചൗരി എന്താണോ സംഭവം അതെടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഏകദേശം അല്ല, 1 കപ്പോളം സാഗോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം, നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റിക്കി ഫോം, ഒരു സ്റ്റാർച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ഒരു ഫോമിലാണ് ഉണ്ടാവുക. നല്ലൊരു ക്രിസ്റ്റൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പെബിൾസ് ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ വീർത്ത് വരുന്ന അതുപോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാഗോ വേകുന്ന നേരം കൊണ്ട് ഞാനിവിടെ മാംഗോ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. മാംഗോ വലിയൊരു മാംഗോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാംഗോ ആണ് കേട്ടോ അതെടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി മാങ്ങയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ സാധാരണ ഞാൻ മാങ്ങ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മാങ്ങയും ഒരു കാശിന് കൊള്ളില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ എടുക്കാൻ എക്സ്പേർട്ട് എൻ്റെ കിട്ടിയൻ തന്നെയാണ്. അപ്പോൾ ഈ ചായൻ എടുത്തുകൊണ്ട് വന്നതാണ് മാംഗോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാനത് വെറുതെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ നീരിങ്ങനെ വീഴുമ്പോൾ തന്നെ നല്ല സ്മെല്ലടിക്കുകയുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇടയ്ക്ക് അതിൽ നിന്ന് അടിച്ച് മാറ്റിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ നല്ലതായിട്ട് പഴുത്തിരിക്കുന്ന മാങ്ങ കേട്ടോ. അതിൻ്റെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന്. അങ്ങനെ ഇതാ സാഗോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം. അതിൻ്റെ സ്റ്റിക്കിനെസ് മാറുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റിയിട്ട് വെക്കാം. അങ്ങനെ സാഗോ ഇതാ നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുക. ഇനി കണ്ടൻസ് മിൽക്കാണ് വേണ്ടത്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ് മിൽക്ക് ആയതുകൊണ്ടിട്ടാണ് അത് അത്ര ലൂസായിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഈ ടൈമിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് മധുരം വേണ്ട കാര്യം ഓൾറെഡി മാങ്ങയിൽ നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ അഡീഷണലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി മിക്സിംഗ് ആണ്. വേറെ ഒന്നുമില്ല, നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതും നമ്മളുടെ സാഗോയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ്സിലേക്ക് അത് സെർവ് ചെയ്യാം.
എല്ലാവർക്കും ഇഷ്ടമായോ? മാംഗോ നല്ല റെസിപ്പി അല്ലേ? ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു ഐറ്റം ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് കമൻസിലൂടെയൊക്കെ നിങ്ങൾ റിപ്ലൈ ചെയ്യാം. സോ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.